ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ അജയ്യനായ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ തവ്വലല്ലാഹു ഉംറഹു ആമീൻ മഹാനവറുകൾ നമ്മുടെ ഈസ്റ്റ് ജില്ലയിലേക്ക് അവിടുത്തെ 100-ാം വാർഷിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ നയിക്കപ്പെടാൻ പോകുന്ന സന്ദേശയാത്ര 24-ാം തീയതി നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ജില്ലയിൽ ആദ്യമായി അവരെ സ്വീകരിക്കുന്നത് നമ്മുടെ കൊണ്ടോട്ടി പ്രദേശമാണ്. കൊണ്ടോട്ടിയുടെ ആഭിജാത്യവും കൊണ്ടോട്ടിയുടെ പാരമ്പര്യവും ബഹുമാന്യനായ അബ്ദുൽ ഗഫൂർ ദാരിമി അവറുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ യാത്രക്ക് ഭാവുകങ്ങൾ നേരാനും ജില്ലയിൽ അതിൻ്റെ തുടക്കം കുറിക്കാനും നേരത്തെ തന്നെ നമ്മളെല്ലാവരും ഒരുങ്ങി തയ്യാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ആ 24-ാം തീയതി 10 മണിയോടുകൂടെ ഇവിടുന്ന് മലപ്പുറത്തേക്ക് ജാഥ നയിക്കപ്പെടുമ്പോൾ അതിൽ ഓരോ ബിന്ദുവായി ചേരാൻ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഓരോ ജില്ലയിലും നടക്കുന്ന സ്വീകരണങ്ങൾ ആ ജില്ല കണ്ടതിൽ ഏറ്റവും വലിയ ഒരാദർശ സമ്മേളനമായി മാറ്റണമെന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ മഹത്തായ സ്വീകരണ പരിപാടിയിൽ സംബന്ധിക്കണം. കൊണ്ടോട്ടിയിൽ മാത്രമല്ല, മലപ്പുറത്ത് നാം സജ്ജീകരിക്കുന്ന ആ മഹത്തായ സമ്മേളനത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടണം. ബഹുമാനപ്പെട്ട മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ 2 ദിവസം മുമ്പ് ചേർന്ന യോഗത്തിൽ, വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് എല്ലാ മദ്രസ കമ്മിറ്റികൾക്കും സർക്കുലർ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ മദ്രസ കമ്മിറ്റിയും ഒരു വണ്ടി നിർബന്ധമായും ആ മദ്രസയിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എല്ലാ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സ്വീകരണ സമ്മേളനമായി ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ആ മഹത്തായ സ്വീകരണ സമ്മേളനം എല്ലാം കൊണ്ടും അർത്ഥഗർഭമായി നമുക്കൊക്കെ എന്നും സ്മരിക്കാൻ പറ്റുന്ന ഒരു സമ്മേളനമായി മാറ്റേണ്ടതുണ്ട്. അതിനൊക്കെ നമ്മൾ തയ്യാറാവുക എന്ന് മാത്രം നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഈ മഹത്തായ കൊണ്ടോട്ടി താലൂക്കിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ നിങ്ങൾ ചെയ്ത സേവനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.